ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. എങ്ങനെ പോകുന്നു എല്ലാവരുടെയും പഠിത്തമൊക്കെ? നല്ല മഴയാണല്ലേ? ഇവിടെ അതുപോലെ തന്നെ നല്ല മഴയാണ്. സോ പഠിക്കാനൊക്കെ ചെറിയ മടിയൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ പഠിക്കുക തന്നെ. ASMൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ പബ്ലിഷ് ആയത് എല്ലാവരും അറിയുമല്ലോ അല്ലേ? അപ്പോൾ 2 ഡേറ്റ് ആണ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജിലാണ് എനിക്ക് എക്സാം വരുന്നത്. അതായത് ഓഗസ്റ്റ് 2-നാണ് എൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. ഞാൻ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പഠിത്തം ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് ഡേയ്സ് മുന്നിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങിക്കോളൂ. ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം എത്രത്തോളം നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഫാസ്റ്റാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ 20 മാർക്സിനാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് സ്റ്റഡിയെക്കുറിച്ചാണ്. എങ്ങനെ നമുക്ക് സ്മാർട്ട് സ്റ്റഡി ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഞാൻ ഒരു 2 ഇയറോളമായിട്ട് ഈ ഫീൽഡിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ ഈ ഒരു 2 വർഷത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ള മിസ്റ്റേക്സുകളുമാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ട്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാനെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കോ നോക്കി പഠിക്കാതിരിക്കാം. ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അല്ലേ? അതായത് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കത് തുറന്നു കഴിഞ്ഞാൽ അതിൽ യൂട്യൂബ് ഉണ്ട്. അതിലൊരുപാട് ക്ലാസ്സസ് നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു സിലബസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സിലബസിൽ വെച്ചിട്ട് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ബുക്ക് എടുത്ത് പഠിക്കാതിരിക്കാം. ബുക്ക് തുറന്ന് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിലും എത്രയോ ബെറ്ററാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുറന്നിട്ട് അതിലുള്ള ആ ടോപ്പിക്ക് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ടോപ്പിക്ക് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും നല്ല വ്യൂസ് വരുന്ന ഒരു ക്ലാസ് എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് അവിടെ നല്ല ഫുൾ വോളിയത്തിൽ വെച്ചിട്ട്, അതായത് നമ്മളൊരു ക്ലാസ്സിലിരുന്ന് എങ്ങനെയാണോ ക്ലാസ് കേൾക്കുന്നത് അതേ ഒരു രീതിയിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ആ മൊബൈൽ ഫോൺ തുറന്നിട്ട് നല്ല സൗണ്ടിൽ തന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിലിരുന്ന എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ടോപ്പിക്ക് ബുക്ക് തുറന്നിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? 2 തവണ ഒരു റിവിഷൻ പോലെ നമ്മുടെ മൈൻഡിലോട്ടേക്ക് അത് വരും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിക്ചറൈസേഷൻ അഥവാ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയാം. നമ്മൾ എന്താണോ കേട്ട് പഠിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലുമായിട്ട് നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാലും ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഏതൊരു ടോപ്പിക്കും പുതിയതായിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് എക്സാമിന് മുന്നേയുള്ള പഠിത്തത്തിന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ. അത് നമുക്ക് വേണമെങ്കിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് യൂസ് ചെയ്യാം. ഷോർട്ട് നോട്ടിന് വേണ്ടിയിട്ടൊരു പ്രത്യേകമായിട്ട് ബുക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലായിട്ടാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ഞാനിതുപോലെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ടീച്ച് ആൻഡ് ലേൺ. നമുക്ക് ടീച്ചേഴ്സ് എങ്ങനെയാണോ പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മളും വീട്ടിലിരുന്ന് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇരുന്ന് സംസാരിക്കുക. അതായത് നമ്മൾ പഠിച്ച വിഷയങ്ങളെ പറ്റിയിട്ട് തന്നെ മറ്റൊരാൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് എങ്ങനെയാണോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ സ്വയം പഠിപ്പിച്ചു കൊടുക്കുക. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാനും നമ്മുടെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന രീതി. അതായത് നമ്മൾ ബെഡിലൊക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ബെഡിൽ കിടന്നിട്ടോ ഒക്കെയാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളോട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും, പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യമായതുകൊണ്ട്. സോ ഒരിക്കലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ബെഡിൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ പഠിക്കാൻ പാടില്ല. നമുക്ക് നടന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഒരു ചെയറിൽ ഇരുന്നിട്ട് നമുക്ക് പഠിക്കാം. അല്ലാതെ നമ്മൾ കിടന്ന് പഠിക്കുകയാണെങ്കിൽ അതൊരിക്കലും നല്ലൊരു സ്റ്റഡി മെത്തേഡ് അല്ല. അതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല. സോ എല്ലാവരും ഇരുന്നിട്ടോ അല്ലെങ്കിൽ നടന്നിട്ടോ പഠിക്കാം.
ഇനി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുവാണെങ്കിൽ അത് ഉറങ്ങി തന്നെ തീർക്കുക. അതായത് ഫുൾ ടൈം ഇരുന്ന് കിടന്ന് ഉറങ്ങാനല്ല പറഞ്ഞത്. നമ്മൾ ഫോണിൽ അലാം വെച്ചിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ നമുക്കൊരു ഉറക്കം അതെടുക്കാം. സോ നമുക്ക് എപ്പോഴാണോ ഉറക്കം വരുന്നത് ആ സമയത്ത് ഉറങ്ങി തന്നെ അത് തീർക്കുക. അപ്പോൾ പിന്നീട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഉറക്കം വരത്തില്ല. സോ അതും ഒരു നല്ലൊരു മെത്തേഡാണ്. പിന്നെ ഫോണിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ. എപ്പോഴായാലും നമ്മൾ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. പഠിക്കുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. സോ മാക്സിമം ഫോണിൻ്റെ യൂസേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന റൂമിൽ ഫോൺ കൊണ്ടുവരാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് ഏതൊക്കെ രീതിയിൽ തിരിച്ചും മറിച്ചും ആ ഒരു ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ PSCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിനെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ളൊരു കഴിവ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നല്ല രീതിയിൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നവർക്ക് അതും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. ഒരുപാട് പേരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതും നമ്മുടെ മെമ്മറിയിൽ പല കാര്യങ്ങളും നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 8 hours സ്ലീപ്പ് അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് PSC എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്